ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതി പിന്തുടർന്നു, ആകാശത്തിലെ അധികാരത്തിനും അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് പോന്നു. അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് പോന്നു. തുടക്കത്തിലെ തന്നെ പറയട്ടെ, ഈ ബൈബിളിലെ ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നതാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കരുത് ഇതിലെ ഉൽപ്പത്തി, പുറപ്പാട് എല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടെ തന്നെ കടന്നു പോകുമ്പോഴാണ് നമുക്കിതിനകത്ത് ഇത് വ്യക്തതയോടെ മനസ്സിലാകുന്നത്. ഈ എഫേസ്യർ 2-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് പോന്നു. ഇത് ഈ എഫേസ്യ ലേഖനം എഴുതിയ 2000 വർഷം മുമ്പത്തെ കാര്യമല്ല. അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. ഇനി ഈ അനുസരണക്കേടിൻ്റെ ആത്മാവ് ഇപ്പോൾ ഒരു വ്യക്തിയിൽ വ്യാപരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമ്മളതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. എഫേസ്യർ 2-ന്റെ 1. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും അവിടുന്ന് ഉയർപ്പിച്ചു. അതായത് അതിക്രമങ്ങളിലും പാപങ്ങളിലും. ഇനി എന്താണ് അതിക്രമം എന്ന് നമ്മൾ ചോദിച്ചാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ക്രമമല്ലാത്തതെന്നാണ്. ക്രമമല്ലാത്തതെല്ലാം അതിക്രമം. അല്ല, നമ്മൾ ധരിക്കുന്നത് പോലെ പിടിച്ചുപറിയും മോഷണവും കത്തിക്കുത്തും തട്ടിക്കൊണ്ടു പോകലും ഒന്നുമല്ല അതിക്രമം. ബൈബിള് പറയുന്ന അതിക്രമം ക്രമമല്ലാത്തതെല്ലാം അതിക്രമമാണ്. ഇനി പാപങ്ങളിലും എന്നാണ് എഴുതിയേക്കുന്നത്. പാപങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ പാപം മൂലം ഉണ്ടായ കാര്യങ്ങൾ, അതായത് ദൈവവുമായി ബന്ധമില്ലാത്ത അവസ്ഥയ്ക്ക് പാപമെന്ന് പറയുന്നു. ആ അവസ്ഥ മൂലം ഉണ്ടാകുന്നതാണ് പാപങ്ങൾ. അപ്പം പാപങ്ങളിലും അതിക്രമങ്ങളിലും ജീവിച്ചു എന്നാണ് എഫേസ്യർ 2-ന്റെ 1 എഴുതിയേക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ക്രമമല്ലാത്തതെല്ലാം പാപമാണ്, അതിക്രമമാണ്, അത് അക്രമമാണ്, അത് പാപമാണ്. ഇനി നമ്മളതിനകത്ത് നോക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് പറയുന്നത്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പ് നമ്മുടെ ജഡമോഹങ്ങളിൽ ജീവിച്ചു, ജഡത്തിൻ്റെയും മനോവികാരങ്ങളുടെയും ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. അതായത് ജഡമോഹങ്ങളിൽ ജീവിച്ചു. ഈ അനുസരണക്കേടിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ മുമ്പ് ജീവിച്ചു എന്നാ പറയുന്നെങ്കിൽ ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നെങ്കിൽ അതിനർത്ഥം ഇപ്പോഴും ഈ അനുസരണക്കേടിൻ്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നു എന്നതിനർത്ഥം. 2-ാമത്തെ കാര്യം പറയുന്നത് ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്തു. അന്ന് അനുസരണക്കേടിൻ്റെ ആത്മാവ് വ്യാപരിച്ചപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഇന്നും ജഡത്തിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് എങ്കിൽ ഇന്നും ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അടുത്തത് മനോവികാരത്തിൻ്റെ ഇഷ്ടം ചെയ്തു. അന്നെന്നാണ് പറയുന്നതെങ്കിലും ഇന്നും മനോവികാരത്തിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നതെങ്കിൽ അനുസരണക്കേടിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. പിന്നെ എഴുതിയേക്കുന്നു സ്വഭാവത്തിൽ കോപത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവകോപം വരുവാനുള്ള സ്വഭാവത്തോടു കൂടിയുള്ള ജീവിതം എന്നർത്ഥം. ദൈവകോപം വരാനുള്ള സ്വഭാവത്തോടെയുള്ള ജീവിതം. ഇതിനകത്ത് നമ്മൾ ഇച്ചിരി ആഴമായി ചിന്തിക്കാൻ 1, 2, 3 വീഡിയോകൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ മനോവികാരത്തിൽ എങ്ങനെയാണ്
ഒരു മനുഷ്യൻ അവൻ്റെ ഇഷ്ടം ചെയ്യുന്നത്. പലരും പ്രാർത്ഥിക്കുന്നവരും പാടുന്നവരും ബൈബിൾ വായിക്കുന്നവരും വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നവരും ഒക്കെ ആണെങ്കിലും അവരെങ്ങനെയാണ് മനോവികാരത്തിൽ ജീവിക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കതിനകത്ത് മനസ്സിലാകും. അവരുടെ എല്ലാം പ്രവൃത്തിയിലും സംസാരത്തിലും ജീവിതത്തിലും എല്ലാം ഞാൻ, എൻ്റെ, എനിക്ക്, എൻ്റേത് ഇത് മാത്രമായിരിക്കും. എങ്ങനെ പറഞ്ഞാലും ഞാൻ, എൻ്റേത്, എനിക്ക്, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ദുഃഖങ്ങൾ. യേശു ഭൂമി വന്നപ്പോൾ യേശു അങ്ങനെയല്ലായിരുന്നു. യേശു അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു എന്ന് നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യരാന്ന് പറയുകയും എല്ലാം എനിക്ക്, എൻ്റേത്, എനിക്കായിട്ടുള്ളത് എന്നൊക്കെ പറയുകയും ചിലർ പറയുകയല്ല ഭാവിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ യേശു തന്നെ പറഞ്ഞു, അങ്ങാടിയിൽ വന്ദനം, സദസ്സിൽ മുഖ്യ കസേര. അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് ആത്യന്തികമായി എനിക്ക് വേണം എന്നതുകൊണ്ടാണ്. നമ്മുടെ ശുശ്രൂഷകരെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ശതമാനം, എല്ലാവരെയും ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്, നല്ലൊരു ശതമാനത്തിനും മുഖ്യ ആസനം വേണം, മുഖ്യ കസേര വേണം. എന്തുകൊണ്ടാണ് ഈ പരമ്പരാഗത സഭകളുടെ കൺവെൻഷനുകളിൽ സ്റ്റേജ് നിറയെ കസേര ഇടേണ്ടി വരുന്നത്? ഇങ്ങനെ നിരന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇരുത്തുന്നില്ലെങ്കിൽ ഒന്നാമത് ഇവർക്കെല്ലാവർക്കും മുഖ്യ കസേര വേണം. ശുശ്രൂഷ പ്രധാനമായിട്ട് കിട്ടുന്നത് നല്ലതെന്നാണ് അവർ ധരിക്കുന്നതെങ്കിലും എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരെയും മുഖ്യ കസേരകളിൽ ഇരുത്തണം. എന്നിട്ടൊരു പ്രസംഗം തുടങ്ങുമ്പോൾ ആമുഖം പറയുന്ന വ്യക്തിക്ക് ഈ ഓരോ വ്യക്തികളുടെ പേരും അഡ്രസ്സും, റൈറ്റർ, റവറൻഡ്, ഡോക്ടർ, ബിഷപ്പ്, ഇതെല്ലാം കൂട്ടി അവസാനം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം ഈ മുഖ്യ ആസനങ്ങളും വന്ദനങ്ങളും ആഗ്രഹിക്കുന്ന വ്യക്തി കൊണ്ടാണ്. ഇത് മനോവികാരത്തിൻ്റെ ഇഷ്ടമാണ്. ഈ മനോവികാരത്തിൻ്റെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ, എൻ്റേത്, എനിക്ക്, എൻ്റേത് എന്നൊക്കെ ഭാവം വരുന്നത്. എന്നെ ബഹുമാനിച്ചില്ല, എനിക്ക് തന്നില്ല, എന്നെ മാനിച്ചില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല. ഇതെല്ലാം വരുന്നതിൻ്റെ സ്വാഭാവികമായ കാരണം ആത്യന്തികമായി നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നു, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതി പിന്തുടർന്നു, ആകാശത്തിലെ അധികാരത്തിനും അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു പോന്നു. അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു പോന്നു. ഇപ്പോൾ ഈ അനുസരണം കെട്ടവരിൽ വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ അധിപതിയായവനെ, ആ അനുസരണം കെട്ടവരിൽ വ്യാപരിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസി ആയതുകൊണ്ടും വിശ്വാസ ജീവിതം നയിക്കുന്നവനായതുകൊണ്ടും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകണം എന്നൊന്നുമില്ല. ഈ ആത്മാവ് അവൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്കതിനകത്ത് നിന്ന് വളരെ വ്യക്തതയോടെ മനസ്സിലാകും അവൻ്റെ കാര്യം മാത്രമായിരിക്കും ഉദ്ദേശം. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയണം. നമ്മളും അങ്ങനെയാണെങ്കിൽ, എനിക്ക് എൻ്റെ കാര്യം മാത്രമാണ് ചിന്തയുള്ളതെങ്കിൽ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല, അത് അനുസരണം കെട്ടവരിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവാണ്. അങ്ങനെയാണേ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ മേൽ എൻ്റേത്, എനിക്ക്, എൻ്റേത് മാത്രം,
ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ആത്മശക്തി വസിക്കുന്നു എങ്കിൽ അവരുടെ ക്ഷീണങ്ങളും അവനവൻ്റെ ക്ഷീണങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും ആകുലതകളും മാത്രമാണ് വിഷയമെങ്കിൽ അത് മറ്റൊരാത്മാവാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം അവരുടെ ഉള്ളം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അതിന് ഒരു ബോധം അവർക്ക് നൽകണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.